പ്രവാചകന്മാർ പുസ്തകത്തിൽ എഴുതുന്നത്. സിഹിർ ബാധ നിഷേധിച്ച മുജാഹിദുകൾ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും സിഹിർ ബാധിച്ചിരുന്നുവെന്ന് പറയുന്നു. അഭൗതികമായി സാഹിറിന് നമ്മെ ഉപദ്രവം ചെയ്യാൻ കഴിയുമെന്നാണ് മുജാഹിദുകളുടെ പുതിയ വിശ്വാസം. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും ഇങ്ങനെ ഒരു ചെറിയ സംശയം, എന്താ ഇത് ഇന്നലെ ഇപ്പൊ ഏത് ഭാര്യന്റെ അടുത്ത് പോയി, നാളെ എവിടെ പോകേണ്ടത്? നബിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ, എന്തോ ഒരു ഓർമ്മപ്പശക് പറ്റിയതുപോലെ നബിക്ക് തോന്നി. അള്ളാഹു വഹീയിലൂടെ അറിയിച്ചു കൊടുത്തു, ഏതോ ഒരു ജൂതൻ, ബുഖാരിലെ ഹദീസാണ്, ഉപദ്രവിക്കാൻ വേണ്ടി ഒരു കിണറ്റിൽ കൊണ്ടുപോയി ഒരു ചീർപ്പും മുടിക്കെട്ടും ഉപയോഗിച്ചുകൊണ്ട് ഒരു കിണറ്റിന്റെ വെള്ളത്തിൽ എന്തോ മാട്ടുമാരണം നടത്തിയിരിക്കുക. ആ മാരണം ചെയ്ത വെള്ളം നിറവ്യത്യാസം വന്ന് കിടക്കുന്നതായിട്ട് കണ്ടു. അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹു വഹീയിലൂടെ അറിയിച്ചു കൊടുത്തു, ഒരാൾ പറഞ്ഞയച്ച ആ വസ്തു അതിന് എടുത്ത് പുറത്ത് കിട്ടു. നബിക്ക് ആ ചെറിയ മാനസികമായ വിഷമം നീങ്ങിപ്പോയി എന്നാണ് സഹീഹുൽ ബുഖാരിന്റെ ഹദീസിലുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഇതുകൊണ്ട് വന്നേക്കാം, പക്ഷെ ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന് മാത്രം പ്രത്യേകമാണെന്ന് പറഞ്ഞിരുന്ന രോഗമുണ്ടാക്കൽ എന്ന വിശേഷണം ഷെയ്ത്താനും വകവെച്ചു കൊടുക്കുന്നു ഇപ്പോൾ മുജാഹിദുകൾ. എല്ലാ രോഗത്തിനു പിന്നിലെയും ഒരു കാരണം ഷെയ്ത്താനാണെന്നും ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് മാത്രം ഇത് ഭേദമാകില്ലെന്നും ആത്മീയ ചികിത്സ കൂടി വേണമെന്നും ഇവർ ഇപ്പോൾ പറയുകയാണ്. അതും പിശാചിലൂടെ ഉണ്ടാകും. വെറും മാനസികമായിട്ട് മാത്രമേ പിശാചിനെ ഉപദ്രവിക്കാൻ പറ്റൂ എന്നുള്ള ധാരണ ശരിയല്ല എന്ന് പറയാൻ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അയ്യൂബ് അലൈഹിസ്സലാം, അദ്ദേഹത്തിന് ഇന്നി മസ്തനിയ ഷൈത്താൻ, അദ്ദേഹം ദീർഘകാലം രോഗിയായി കിടന്നു, കുടുംബം വരെ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു എന്നാണ് ചരിത്രത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പൊ എന്താണ്, അത്രത്തോളം എത്തി. അത് പിശാച് വരുത്തിയ രോഗം. ലോകത്ത് ഏത് രോഗമുണ്ടോ ആ രോഗത്തിനൊരു കാരണം ഉണ്ടാവും, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഒരു വൈറസ് അതിന്റെ പിറകിൽ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, അല്ലേ? ആ കാരണങ്ങളിൽ, എല്ലാ രോഗത്തിന്റെയും കാരണങ്ങളിൽ ഒന്ന് ശൈത്താനാണ്. പനിയാവട്ടെ, ജലദോഷാവട്ടെ, ചുമയാവട്ടെ, മറ്റ് ഏതെങ്കിലും രോഗം, വലിയ വലിയ ക്യാൻസർ ആവട്ടെ, വലിയ വലിയ മാരക രോഗങ്ങളാവട്ടെ, എന്തായിരുന്നാലും ശരി, അതിനൊരു പല കാരണങ്ങൾ കൊണ്ട് ഒരു രോഗമുണ്ടാകാം. എല്ലാ രോഗങ്ങളുടെയും ഒരു കാരണം ശൈത്താനാണ്. മറ്റു കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗം നമ്മുടെ ചികിത്സ കൊണ്ട് തന്നെ മാറും. ഷെയ്ത്താൻ കാരണമായിട്ടുണ്ടാകുന്ന രോഗം മാറാൻ ഡോക്ടർമാരുടെ ചികിത്സ മാത്രം മതിയാവില്ല, പ്രാർത്ഥന വേണം. പിശാചിൽ നിന്ന് ശരണം തേടാനുള്ള മന്ത്രങ്ങൾ, പ്രാർത്ഥനകൾ നമ്മിൽ നിന്ന് ഉണ്ടായിരിക്കണം. ധാരാളം പ്രാർത്ഥനകൾ ആ വിഷയത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന് ഇവർ പുതിയ ചികിത്സാ കേന്ദ്രങ്ങളും തുറന്നിട്ടുണ്ട്. ആത്മീയ ചികിത്സകളെ പരിഹസിച്ചു തള്ളിയ മൗലവിമാർ ഇപ്പോൾ സകല രോഗത്തിനും പിന്നിൽ ശൈത്താനുണ്ടെന്നും കറുത്ത പൂച്ചയും കറുത്ത പട്ടിയുമൊക്കെ പിശാചാണെന്നും വിവാഹം മുടക്കുന്നത് ജിന്നാണെന്നുമൊക്കെ പറഞ്ഞ് അണികൾക്കിടയിൽ ഭയവിഹ്വലതകൾ സൃഷ്ടിച്ച് അടിച്ചിറക്കൽ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.